ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടെ ഇന്ന് എൻ്റെ കോളേജിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രിയയുടെ മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഇടവും വലവും ആയിട്ടിരിക്കുന്ന ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയ ടൈം തൊട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് പല വെട്ടായിട്ട് പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും പോകാൻ സാധിക്കാറില്ലായിരുന്നു. ആൻഡ് ഫൈനലി ഇന്ന് നമ്മളെല്ലാവരും ഈ ഒരു മാരേജിന് ഒത്തുകൂടിയിരിക്കുകയാണ്. ഇതിനിടയിൽ പലപ്പോഴായിട്ട് നമ്മൾ പലരും കണ്ടുമുട്ടാറുണ്ട്. എന്നാലും എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് ഈ ഒരു മൊമെന്റിലാണ്. നമ്മൾ ഇപ്പോൾ ഈ യാത്ര പോകുന്നത് നമ്മുടെ ഫ്രണ്ട് സ്റ്റേജിയുടെ വീട്ടിലാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് റിസപ്ഷനും മാരേജിനൊക്കെ പോവാം എന്നാണ് പ്ലാനിങ്. അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി സ്റ്റേജിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാ ക്ഷീണവും നമ്മൾ 3 പേരുടെ ഫേസിലുണ്ട്. നമ്മളിതാ ഇവിടെ സാരിയൊക്കെ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ സാരിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അവളുടെ ഒത്തിരി സാരിയുടെ കളക്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കാനുള്ള പ്ലാനിലൊക്കെയാണ് വന്നിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മളിത് സ്റ്റേജിയുടെ 4 ചുറ്റിക്കറങ്ങാനായിട്ട് നമ്മൾ 4 പേരും കൂടെ പുറത്തോട്ട് പോവുകയാണ്. പിന്നെ ഓക്കെ ഓടി വരും. അങ്ങനെ ആരെപ്പോൾ താഴെ വീഴും എന്നൊന്നും അറിയാതെ നമ്മൾ 4 പേരോട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത വണ്ടിക്കകത്ത് നമ്മളിപ്പോൾ അവളുടെ ചേച്ചിയുടെ വീട്ടിലെത്തി സാരിയൊക്കെ സെലക്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ റിസപ്ഷനാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എല്ലാവരും കൂടി റെഡിയായ റിസപ്ഷന് പോവുകയാണ്. അങ്ങനെ റിസപ്ഷനിലെത്തിയപ്പോൾ നമ്മളെല്ലാവരും കണ്ടപ്പോൾ പ്രിയ ഒത്തിരി എക്സൈറ്റഡ് ആയി. ബിക്കോസ് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. റിസപ്ഷനിൽ വന്നിട്ട് ഫുഡ് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിനിടെ നമുക്ക് ഫുഡ് കിട്ടി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റീൽസ് എടുക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ എല്ലാം ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു DJ പാർട്ടിക്ക് പോയി അടിച്ചു പൊളിക്കാന്നൊക്കെ ആയിരുന്നു പ്ലാനിങ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ DJ പാർട്ടി ക്യാൻസൽ ചെയ്തു ഗൈസ്. ആ വിഷമം തീർക്കാനായിട്ട് ഇപ്പം നമ്മൾ 4 പേരും കൂടെ സോമതീരത്ത് വന്നിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം നമ്മൾ 4 പേരും കൂടെ ഒത്തിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ കടൽത്തീരത്താണ് ഗൈസ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ശരിയും ഒക്കെ തന്നെ ആയിരുന്നു. ഇങ്ങനെ വീടുന്നു അതെ. നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് കാണും. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ചേച്ചിനെ ഇവിടെ കൊല്ലി